ഹായ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കുടപ്പൻ ഒരു തോരൻ വെക്കുന്നതാണ് കാണിക്കാൻ പോകുന്നത്. ഈസി ആയിട്ട് എങ്ങനെ ഈ കുടപ്പൻ തോരൻ വെക്കാമെന്ന് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. അതിനു മുന്നേ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. ആദ്യം തന്നെ ഞാൻ ഈ കുടപ്പൻ നല്ലതുപോലെ, ഇത് നേന്ത്രവാഴക്കൻ്റെ കുടപ്പനാട്ടോ, അപ്പോൾ അതിനെ നല്ലതുപോലെ അരിഞ്ഞിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഒരു 2-3 പ്രാവശ്യം കഴുകിയിട്ടാണ് വെച്ചിട്ടുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ സവാളയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പിന്നെ കരിവേപ്പിലയും പിന്നെ പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തോരൻ എങ്ങനെ വെക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനൊരു ചീഞ്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചീഞ്ചട്ടി നല്ലതുപോലെ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയാണ് വെച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയിലാണ് നമ്മൾ എല്ലാ പാചകങ്ങളും വെളിച്ചെണ്ണയിൽ ചെയ്താലാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക, നല്ല ഫ്ലേവർ ഉണ്ടാവുക, പിന്നെ ഹെൽത്തിനും നല്ലതാണ്. അപ്പോൾ എണ്ണ നല്ലത് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് നല്ലതുപോലെ പൊട്ടിച്ച് വരുമ്പോൾ കടുക് നല്ലതുപോലെ പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഞങ്ങൾ ഉള്ളിയും കരിവേപ്പിലയും പച്ചമുളക് വരുന്നതും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം. ഉള്ളിയെല്ലാം നല്ലതുപോലെ ഒരു ഗോൾഡൻ കളർ വരുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പിന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാനും മറക്കരുത്. അപ്പോൾ ഉള്ളിയെല്ലാം നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്, ഒരു ഗോൾഡൻ കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞങ്ങൾ അരിഞ്ഞു വെച്ച കുടപ്പന് ചേർത്ത് കൊടുക്കാം. നല്ല കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. 2-3 വട്ടം നല്ലതുപോലെ കഴുകിയെടുക്കണം. അതിൻ്റെ കറകളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് 2-3 വട്ടം കഴുകുന്നത്. ഇപ്പോൾ അത് ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ തേങ്ങ ചിരണ്ടിയത് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കിയിട്ട് മിക്സാക്കിയിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കണം. ഇപ്പോൾ ഉപ്പും മഞ്ഞളും എല്ലാം ഇട്ട് കൊടുത്ത് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഇളക്കിയിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് അടപ്പ് തുറന്ന് നോക്കാം. അപ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ട്, വെള്ളമെല്ലാം നല്ല ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ കുടപ്പൻ തോരൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ഇതുപോലെ തന്നെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ കുടപ്പൻ തോരൻ റെഡിയായി. റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ചൂടോടെ വിളമ്പാം.